കാർഗിൽ യുദ്ധം നടന്നിട്ട് ഇന്നേക്ക് 26 വർഷം. 1999 മെയ് 2 പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തോടെ ആരംഭിച്ച സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുകയായിരുന്നു. പോരാട്ടത്തിനൊടുവിൽ വിജയപതാക പാറിക്കാൻ 527 വീരസൈനികരാണ് ജീവൻ ത്യജിച്ചത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഐതിഹാസിക പോരാട്ടത്തിന്റെ 26ാം വാർഷികമാണ്. എങ്ങനെയാണ് ഇന്നത്തെ ഈ വിജയ ദിവസത്തിന്റെ ചടങ്ങുകളൊക്കെയും ക്രമീകരിച്ചിരിക്കുന്നത്? ആര്യ, ഇന്ത്യ ഐതിഹാസിക വിജയം നേടിയിട്ട് ഇന്നേക്ക് 26 വർഷം ആകുകയാണ് എന്നുള്ള പ്രത്യേകതയാണ്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു ഇത്. അതായത് ഏറ്റവും കഠിനമായ പർവ്വത നിരകളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പോരാട്ട വീര്യം എടുത്തു കാണിക്കപ്പെട്ട ഒരു യുദ്ധത്തിന് കൂടിയായിരുന്നു അന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത്. അന്ന് 1999 മെയ് 2 ആരംഭിച്ച ആ യുദ്ധം അത് 72 ദിവസം നീണ്ടു നിൽക്കുകയും 527ഓളം സൈനികരെയായിരുന്നു നമുക്ക് ഈ ഒരു യുദ്ധത്തിൽ നഷ്ടമാവുകയും ചെയ്ത്. അവരുടെ ആ ത്യാഗം അത് പിന്നീട് വിജയക്കൂടി പാറിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ അതിന് മറുപടി നൽകുകയും ചെയ്ത്. ദ്രാസിൽ ഇന്നും ആ വിജയക്കൂടി പാറിപ്പറന്ന് നിൽക്കുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങുകൾ അവിടെ പ്രത്യേക എല്ലാ വർഷവും എന്ന രീതിയിൽ തന്നെ ദ്രാസിലെ വീരസൈനികരുടെ ആ സ്മാരകത്തിന് മുന്നിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ എത്തും. പ്രത്യേക ചടങ്ങുകളുണ്ട്. ഒപ്പം തന്നെ സല്യൂട്ട് നൽകും. അങ്ങനെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെയാണ് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നത്. എന്തായാലും മറ്റ് സ്ഥലങ്ങളിൽ കൂടി ഈ വിജയ ദിവസം രാജ്യവ്യാപകമായി വലിയ വ്യാപകമായി വിപുലമായി ആഘോഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും 26 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇന്ത്യ ഈ ഐതിഹാസിക വിജയം പിടിച്ചെടുത്തത്. ജൂലൈ 26 അന്ന് 1999 ജൂലൈ 26 യുദ്ധം അവസാനിച്ചതായി അന്നത്തെ പ്രധാനമന്ത്രി എ.ബി. വാജ്പേയി പ്രഖ്യാപിക്കുകയും ചെയ്ത് അവിടെ ഈ ദ്രാസിൽ ഇന്ത്യൻ വിജയ സ്മാരകം അതിനുശേഷം ഉയർന്നിരുന്നു. ഇന്ത്യൻ വിജയ പതാക ഇന്നും ദ്രാസിൽ പാറിപ്പറക്കുന്ന കാഴ്ച ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷം. അത്രത്തോളം കഠിനമായ ഒരു യുദ്ധമായിരുന്നു. ആദ്യം ഒരു ആട്ടിടയൻ ഈ ഒരു നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സൈന്യത്തെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് സൈന്യം എത്തുകയും വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തായിരുന്നു. പർവ്വത നിരകളിൽ നിന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന പാക് സൈനികരെ കീഴടക്കാൻ ചെറിയ രീതിയിലല്ലായിരുന്നു ഇന്ത്യൻ സൈന്യം വീർപ്പൊഴിക്കേണ്ടി വന്നതായിരുന്നു. അത് വലിയ രീതിയിൽ വിജയക്കൂടി പാറിക്കാനും ഒപ്പം തന്നെ ആ സൈനികർ പാക് സൈനികരെ, അതായത് ഇന്ത്യൻ കണക്ക് പ്രകാരം 1000-ലധികം സൈനികർ ഈ ഒരു യുദ്ധത്തിൽ പാക് സൈനികർ കൊല്ലപ്പെട്ടിട്ടായിട്ടുള്ള വിവരങ്ങളും ഉണ്ട്. എന്തായാലും ഇന്ത്യ വിജയ പതാക ഉയർത്തിയ ശേഷം 26 വർഷം പിന്നിടുന്നു എന്നുള്ളതാണ്. രാജ്യവ്യാപകമായി വിപുലമായ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ, മിഥുൻ MG ആണ് ആ വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ബ്രിഗേഡിയർ വേണു നായർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ തത്സമയം. നമസ്കാരം ബ്രിഗേഡിയർ വേണു നായർ. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐതിഹാസിക പോരാട്ടത്തിന്റെ 26ാം വാർഷികമാണ്. 527 വീരസൈനികരെയാണ് അന്ന് ആ പോരാട്ടത്തിൽ 2.5 മാസത്തോളം നീണ്ടുനിന്ന പോരാട്ടത്തിൽ നമുക്ക് നഷ്ടമായത്. ആ വീരസൈനികരെ, വീരമൃത്യു വരിച്ച സൈനികരെ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഐതിഹാസിക ദിനങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം അല്ലേ? എല്ലാവർക്കും ജയ്ഹിന്ദ്. ഇന്ന് പറഞ്ഞതുപോലെ കാർഗിൽ വിജയ ദിവസത്തിന്റെ 26ാമത്തെ വാർഷികമാണ് ഇത്. ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ ഒരു സമ്മറിയാണ് അദ്ദേഹം നൽകിയത്. നമുക്ക് 1947 മുതൽ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. എല്ലാം ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് പാകിസ്ഥാനായിരുന്നു. 47-ലും 65-ലും നുഴഞ്ഞുകയറ്റക്കാരെയാണ് അവർ മുമ്പേ വിട്ടത്. അവർ അന്ന് വിചാരിച്ചിരുന്നത്, പാകിസ്ഥാനിലെ അന്നത്തെ പട്ടാള മേധാവികൾ വിചാരിച്ചത്, ഇന്ത്യക്കെതിരായിട്ട് കാശ്മീരിൽ ഒരു പോരാട്ടം നടക്കുമ്പോൾ അവിടുത്തെ ജനത, കാശ്മീർ ജനത അവരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. ഇത് 47-ലാകട്ടെ 65-ലാകട്ടെ 71-ലാകട്ടെ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ജമ്മു ആൻഡ് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് ഒന്ന്, അവിടുത്തെ മുസ്ലിം മെജോറിറ്റിയാണ്. രണ്ട്, നമ്മൾ ഓഫ് സിന്ദൂറിന്റെ കാരണങ്ങളൊക്കെ കണ്ട പോലെ പാകിസ്ഥാനുമായിട്ടുള്ള അവരുടെ അടുപ്പം, അവരുടെ വാട്ടർ അവൈലബിലിറ്റി, അതും കൂടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. പക്ഷെ എല്ലാത്തിനും ഉപരി ഇങ്ങനെ ഒരു പ്രശ്നത്തെ മുന്നിൽ നിർത്തുന്നത് അവിടുത്തെ മിലിറ്ററിയുടെ, എസ്പെഷ്യലി പാകിസ്ഥാൻ ആർമിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഈ ഇന്ത്യയെ ഒരു വില്ലനായി കാണിച്ച് പട്ടാളം ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാവില്ല എന്ന ഒരു പ്രതീതി അവിടുത്തെ ജനതയുടെ മനസ്സിലുണ്ടാക്കി അത് നിർത്തുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്ന് വെച്ചാൽ
ഇന്ത്യൻ ആർമി നമ്മുടെ രാജ്യത്തിന്റെ രക്ഷ ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് നമ്മളൊന്നും ചെയ്യുന്നില്ല. അടുത്ത ഒരു യുദ്ധത്തിനോ ഒരു ഇന്ത്യക്കെതിരായ വെല്ലുവിളിക്കോ വേണ്ടി നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. പക്ഷെ പാകിസ്ഥാൻ ആർമി എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യരക്ഷ ഒരു സെക്കൻഡറി റോളാണ്. രാജ്യത്തെ ഭരിക്കുന്നത് അവിടുത്തെ മിലിറ്ററിയാണ്, ആർമിയാണ്. നമുക്ക് ജനറൽ മുനീറിന്റെ കാര്യം നമുക്കറിയാമല്ലോ. അവിടുത്തെ ഈ പ്രശ്നം സിന്ദൂറിന് വേണ്ടിയിട്ട് അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപ് വിളിച്ചത് ആരെയാണ്? അവിടുത്തെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിയോ അല്ല, അവിടുന്ന് വിളിച്ചത് ചീഫ് ഓഫ് ആർമി സ്റ്റാഫിനെയാണ്. അപ്പോൾ അവിടുത്തെ സ്ഥിതി ഇത് നമുക്കെല്ലാവർക്കും എപ്പോഴും അറിയാവുന്നതാണ്. അതാണ് അതിന്റെ കാര്യം. അപ്പൊ ഈ 99 കാർഗിൽ ഹൈറ്റ്സ് കൈയടക്കിയാല് നമ്മുടെ വാലിയിൽ നിന്ന് ലഡാക്കിലേക്ക്, ലേ ലഡാക്കിലേക്കുള്ള റോഡ് NH-1 ആൽഫ എന്ന് പറയുന്നത്, അത് ഇന്റർഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അവരുടെ ഒബ്സർവേഷൻ ആൻഡ് ഫയറിന്റെ കീഴിലാകും ഈ കാർഗിൽ ഹൈറ്റ്സിൽ നിന്നുള്ള നമ്മുടെ ആ മെയിൻ റോഡ് പോകുന്നത്. അപ്പോൾ അവിടെ കട്ട് ചെയ്താല് പിന്നെ അവരുടെ എപ്പോഴും പാകിസ്ഥാനുള്ള പ്രശ്നം ഇതാണ്, എപ്പോഴും അംബീഷ്യസ് പ്ലാൻസ് ആണ് അവർക്കുള്ളത്. ഈ ഇങ്ങനെ ഒരു പ്ലാൻ ഇതിനു മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബെനസീർ ഭുട്ടോവിന്റെ കാലത്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ മുമ്പിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഇതിന്റെ കഴിഞ്ഞിട്ട് വന്ന ആ 98-ലാണ് പിന്നെ ഇത് ഓപ്പറേഷണൽ അലമാരയിൽ നിന്ന് എടുത്ത് പൊഴുതട്ടി അന്നത്തെ മുഷറഫ് കൊണ്ടുവരുന്നത്. അദ്ദേഹം ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആയിരുന്നു. അദ്ദേഹം ഈ സ്ഥലങ്ങളിൽ ബ്രിഗേഡിയർ ആയിട്ടൊക്കെ, ഈ സിയാച്ചിൻ എനിക്ക് ഓർമ്മയുണ്ട്, 87, 84 അദ്ദേഹത്തിന്റെ പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അതിന്റെ ടോപ്പിൽ വന്നപ്പോൾ അവിടുത്തെ ഫോഴ്സ് കമാൻഡ് നോർത്തേൺ ഏരിയ എന്ന ആ ഒരു കീഴിലാണ് ഈ പ്രദേശങ്ങൾ പാകിസ്ഥാന്റെ സൈഡിൽ വരുന്നത്. അവിടുത്തെ GOCയും ഇങ്ങനെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫിന് മാത്രം അറിയാവുന്ന ഒരു പ്ലാൻ ആയിരുന്നു. അത് അന്നത്തെ പ്രസിഡന്റിനോട് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയും ഇത് നമ്മുടെ ഇവിടെ ശ്രീ വാജ്പേയിയുടെ കാലത്താണ്. അപ്പോൾ അദ്ദേഹം ഒരു രാജ്യ സ്നേഹിയും നമുക്ക് നല്ലൊരു അയൽക്കാരനെ ആയിട്ടുള്ള ബന്ധം തുടർന്നു കൊണ്ടുപോകണമെന്ന് കരുതിയാണ് ലാഹോർ ഡിക്ലറേഷൻ അങ്ങനെ ഒരു സബ്മിറ്റിന് പോയത്. അത് ഫെബ്രുവരി 21, 1999 ആണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ പ്രധാനമന്ത്രി വാഗാ ബോർഡറിൽ നിന്ന് ബസ്സിനാണ് ലാഹോറിൽ പോയത്. അപ്പോൾ ഒരു സമ്മിറ്റ് ടോക്ക് നടക്കുന്നത് ലാഹോറിലാണ്. അപ്പോൾ പാകിസ്ഥാനില് ഈ രണ്ട് പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രൈം മിനിസ്റ്ററും അവരുടെ പ്രൈം മിനിസ്റ്ററുമായിട്ടുള്ള ഈ ഇങ്ങനെയുള്ള അനുരഞ്ജന സംഭാഷണങ്ങൾ നടത്തുന്ന സമയത്ത് അവർ കാർഗില് റെഡിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഏതാണ്ട് മെയ് 3-ാം തീയതിയാണ് നമ്മുടെ ഒരു പെട്രോൾ പോയപ്പോൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. അവിടെ പാകിസ്ഥാന്റെ അധിനിവേശമുണ്ട്. ആദ്യം പോയ ഒരു ക്യാപ്റ്റൻ കാലിയയുടെ ഒക്കെ കാര്യം നമുക്കറിയാം. എങ്ങനെയാണ് അദ്ദേഹത്തെ അവര് മൃഗീയമായിട്ട് വധിച്ചത്, ജനീവ കൺവെൻഷനോ അങ്ങനെയുള്ള ഒന്നും ഓർക്കാതെ അങ്ങനെയാണ് നമ്മൾക്ക് ഒരു വിൻഡ് കിട്ടുന്നത്. ഇങ്ങനെ ഇവിടെ ഓക്യുപ്പൈ, ഇതൊക്കെ വിൻഡർ വെക്കേറ്റഡ്. ഇപ്പൊ എല്ലാവർക്കും ചില ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ലായിരിക്കും. വിൻഡർ വെക്കേറ്റഡ് പോസ്റ്റ് ആണ്. ഒരു 100-150 കിലോമീറ്റർ ഫ്രണ്ടേജില്